ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് അതരങ്ങൾ തുറന്ന് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെയും അന്യഭാഷയിലും ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ ശബ്ദം ഈ ദേശം കേൾക്കട്ടെ. അല്പസമയങ്ങൾ കണ്ണുകൾ അടച്ച് അതരങ്ങൾ തുറന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു തുടങ്ങാം. അടുത്ത കുറച്ച് മിനിറ്റുകൾ ഇവിടെ ആത്മാവിൻ്റെ ഒരു നദി ഒഴുകേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ. എന്തിനാണോ മല്ലപ്പള്ളിയിൽ ദൈവം ഒരു സഭയെ ആക്കി വെക്കുന്നത്, ദൈവം ഒരു ദേശത്തൊരു സഭയെ ആക്കുന്നതിൻ്റെ പിൻപിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ ദേശത്തിൻ്റെ മേൽ വാഴുന്നത് പിന്നീട് ആ സഭയായിരിക്കും. ഹല്ലേലൂയ. ദേശത്തെ അടക്കി വാഴുന്നത് ഏതെങ്കിലും ശക്തിയല്ല, അത് സഭയുടെ പ്രാർത്ഥനയായിരിക്കണം. ഇന്ന് പകൽ മുഴുവൻ ഈ ചൂടത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഈ ദേശത്തിനകത്തൊരു ഉണർവിനെ കത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. ആമേൻ. മടുപ്പില്ലാത്തവർ, ആത്മാവിൽ എരിവുള്ളവർ അല്പസമയങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ദൈവമുണ്ട്. സങ്കീർത്തന പ്രബോധനങ്ങളിൽ നിന്ന് നമ്മൾ കേട്ട വേദഭാഗം അതായിരുന്നു, ദൈവം, സൈന്യങ്ങളുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ ദൈവം, അവൻ യുദ്ധവീരനാണ്. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അവൻ ഗർജിക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് തളം കെട്ടിക്കിടക്കുന്നു. അതിനോട് തിരിച്ചറിയുകയും അതിനെ റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആത്മാവിൽ മനുഷ്യനെ നിങ്ങൾ നോക്കണ്ട. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന അഭിഷക്തന്മാരെ നിങ്ങൾ നോക്കണ്ട. മനുഷ്യനെ നിങ്ങൾ നോക്കണ്ട. വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ പ്രതികരിക്കുന്നവരെ അസാധാരണമായ ദൗത്യത്തിനായി വേർതിരിക്കുന്ന ഏകനെന്ന് നീ കരുതിയിടുമ്പോ തുണയായാരും ഇല്ലെങ്കിലും, ഏകനെന്ന് നീ കരുതിയിടുമ്പോ തുണയായാരും ഇല്ലെങ്കിലും, തലയിടയാൽ മാത്രമുണ്ടെങ്കിലും കോവേലിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. എന്നാത്മബലം എനിക്കാനന്ദം. പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. യേശുവേ ആരാധനേ, ദൂതന്മാർ പാടിയിടുന്നേ. യേശുവേ ആരാധന, യേശുവേ ആരാധനേ, ദൂതന്മാർ പാടിയിടുന്നേ. യേശുവേ ആരാധന, യേശുവേ ആരാധനേ, ദൂതന്മാർ പാടിയിടുന്നേ. യേശുവേ ആരാധന, യേശുവേ ആരാധന.
നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അസാധാരണമായ ഒരു ആത്മനദിയുടെ പകർച്ച ഈ ഹോളിനകത്ത് ദൈവം പകരാൻ പോകുന്നതിനായി സ്തോത്രം. ഈ അന്തരീക്ഷത്തെ ദൈവത്തിന്റെ ആത്മാവ് ചേഞ്ച് ചെയ്യട്ടെ. ഈ അറ്റ്മോസ്ഫിയറിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മനദിയുടെ വ്യാപാരം ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഒഴുക്കുന്നതിനായി സ്തോത്രം. ആമേൻ. കെട്ടി നിർത്തിയ ഒരു ഡാമല്ല ഇവർ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഒഴുകുന്ന ഒരു നദിയാക്കി ഈ ചർച്ചിനെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിൽ കടന്നു വരുവാനും നിങ്ങളോടൊന്നിച്ച് ഒരു ഞായറാഴ്ച സഭാരാധനയുമായി ആമേൻ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദൈവികമായ ആരാധനകളും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട അസാധാരണമായ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുവാനിടയായി. ആമേൻ. ഈ ദൈവസഭയ്ക്കകത്ത് അസാധാരണമായൊരു ദൈവസാന്നിധ്യമുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എനിക്കറിയാം വളരെയധികം ചൂട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആമേൻ. എസ്പെഷ്യലി ഇതൊരു സൺഡേ ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ വളരെയധികം റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട്. ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യമെല്ലാം ഒന്ന് തന്നെയാണ്. ഉപവാസ പ്രാർത്ഥനയിലും കൺവെൻഷനിലും പവർ കോൺഫറൻസിലും ഏതിലാണെങ്കിലും വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവസാന്നിധ്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ മനുഷ്യരെ നോക്കാതെ ആമേൻ തിരിച്ചറിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഈ സീസൺ എന്ന് പറയുന്നത് ആമേൻ ഉണർവിൻ്റെ സീസണാണ്. ആമേൻ. ഒരു ഉണർവിന് വേണ്ടി കാത്തിരിക്കുകയും ആത്മീകമാകുന്ന ഒരു ചൈതന്യത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ ആമേൻ ഈ ദിവസങ്ങളിൽ അടങ്ങിയിരിക്കരുത്. ആമേൻ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആമേൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ സഭ ഉണരണം. ഈ ദേശത്തിൻ്റെ നടുവിൽ ഈ സഭ ആമേൻ അടുത്ത ഒരു ആമേൻ 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 അടുത്തൊരു മാൻഡിൽ റിവൈവലിൻ്റെ മാൻഡിൽ തുറക്കാൻ ഈ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കണം. അതിനുവേണ്ടി സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അത്തരത്തിലൊരു ആത്മമണ്ഡലം ഇതിനകത്ത് വെളിപ്പെട്ട് നിൽപ്പുണ്ട്. ആമേൻ. അത് തിരിച്ചറിയുന്നുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ സന്ദേശത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നത്. ആമേൻ. അടുത്ത ചില മിനിറ്റുകൾ, കുറച്ച് സമയങ്ങൾ മാത്രമേ എൻ്റെ മുൻപിലുള്ളൂ. ആ എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനകത്ത് ചില സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. എൻ്റെ സന്ദേശം ഇന്ന് പകലിൽ നിങ്ങളോടും സംസാരിക്കാൻ പോകുന്ന എൻ്റെ ടൈറ്റിൽ അത് തന്നെയാണ്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ എന്നോട് ദൈവാത്മാവ് സംസാരിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരാശയമാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 2024 ആരംഭിച്ചപ്പോൾ നിരവധി ദൈവദാസന്മാരുടെ അധരത്തിലൂടെ പുറത്തു വന്ന ശബ്ദമാണ്, വീണ്ടും ഒരു പെന്തക്കോസ് ആമേൻ ലോകം കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. പെന്തക്കോസ്തിൻ്റെ അനുഭവം ആമേൻ ഉള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നോ രക്ഷിക്കപ്പെട്ട് നിങ്ങളുടെ പേര് മാറി നിങ്ങളുടെ ആമേൻ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആ കൺവേർട്ട് ആയി നിങ്ങൾ ദൈവസഭയിലേക്ക് വരുമ്പോൾ നിങ്ങൾ വന്നത് മറ്റൊരു മതത്തിലേക്കല്ല, മറ്റൊരു അഭിപ്രായം പറയുന്ന സ്ഥലത്തേക്കല്ല, മറ്റൊരു പ്രസ്ഥാനത്തേക്കല്ല, മറിച്ച് നിങ്ങളൊരു അനുഭവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആമേൻ ഇവിടെ ഒഴുകുന്ന പണമല്ല, ഇവിടുത്തെ നമ്മൾ പറയുന്ന സന്ദേശങ്ങളല്ല, ഇവിടുത്തെ പാട്ടല്ല, പ്രസംഗമല്ല, മറിച്ച് ആമേൻ അനുഭവമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമാണ്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ആമേൻ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ അനുകരിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം. ആമേൻ. അന്ത്യോക്യയിൽ വെച്ച് ദൈവസഭയെ പരിഹസിച്ച് വിളിച്ചൊരു വാക്കാണ് ക്രിസ്ത്യാനി. പിന്നീട് ആമേൻ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് ആ പേര് തന്നെ കൊടുത്തു, ക്രിസ്ത്യാനി. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുന്ന നമ്മൾ മേൽവിലാസം കൊണ്ടോ ഒരു ക്രൈസ്തവ ചർച്ചിനകത്ത് അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബത്തിനകത്ത് ജനിച്ചത് കൊണ്ടോ അല്ല നാം ക്രിസ്ത്യാനിയായത്, മറിച്ച് ക്രിസ്ത്യാനിയാകുന്ന ആളുകളുടെ പ്രത്യേകത ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്.
കമോൺ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ വചനം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വേഗം ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പോകുന്നത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുക, ക്രിസ്തു പോയ പാതയെ പിന്തുടരുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. എൻ്റെ ശിഷ്യനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ക്രൂശ് എടുത്ത് നിങ്ങൾ എന്നെ അനുഗമിക്കണം. ആമേൻ. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ അനുകാരികളായി മാറണം. അതായത് യേശു ക്രിസ്തുവിനെ നമ്മൾ അനുകരിക്കണം. എന്താണ് യേശു ക്രിസ്തുവിനെ അനുകരിക്കുവാനുള്ള, യേശു ക്രിസ്തുവിൻ്റെ റോൾ മോഡൽ ആക്കുവാനുള്ള, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള, ആമേൻ, യേശു ക്രിസ്തുവിൽ ഉണ്ടായ സവിശേഷത എന്താണ്? ഒരു മനുഷ്യനെ നമ്മൾ അനുകരിക്കണമെങ്കിൽ, ഒരു ദൈവത്തെ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ, ഒരു ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു സവിശേഷത ഉണ്ടായിരിക്കണം. നിങ്ങൾ ഫെമിൻറജിയെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ, സനൽ പാസ്റ്ററിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ, ബാബു പാസ്റ്ററിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ, ഇവരെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ വന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവാണ്. ആമേൻ. സനൽ പാസ്റ്ററിനെ പോലെയോ ബാബു പാസ്റ്ററിനെ പോലെയോ നമ്മൾ ആകാൻ ആഗ്രഹിക്കണമെങ്കിൽ അവരിൽ നമ്മളെക്കാൾ സവിശേഷത ഉണ്ടായിരിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ അനുകരിക്കുവാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ അത് യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് പകലിലും ഇതിനകത്ത് നമ്മൾ വന്ന് ആരാധിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നു? ആ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തിലൂടെയും യേശു കടന്നു പോയിട്ടുണ്ട്. യേശു കർത്താവ് ദുഃഖിച്ചതായി ബൈബിൾ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് സന്തോഷിച്ചതായി ബൈബിൾ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് ഏകാന്തത അനുഭവിക്കാൻ ആഗ്രഹിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് വേർപാടിന്റെ ദുഃഖം അനുഭവിച്ചതായി ബൈബിൾ പഠിപ്പിക്കുന്നു. പക്ഷേ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ദുഃഖത്തിൽ തന്നെ ഫ്രീസായി പോകുന്നു. ഒരു മനുഷ്യൻ ആ ദുഃഖത്തിൽ തന്നെ അവൻ തടഞ്ഞു നിൽക്കുന്നു. ആ ദുഃഖം തന്നെ അവനെ വ്യാപരിച്ച് ഒടുവിൽ അവനെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ ഒരു ദുഃഖം വന്നു. ഞാൻ ഉദാഹരണത്തിൽ ഒരു കാര്യം പറയാം. യേശു ക്രിസ്തുവിൻ്റെ ആത്മസ്നേഹിതനും യേശു ക്രിസ്തുവിൻ്റെ സഹോദരനുമായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ മരിച്ചുവെന്ന് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ യേശു കർത്താവിന് അതീവ ദുഃഖം വന്നു. ബൈബിൾ പഠിപ്പിക്കുന്നു, യേശു കർത്താവ് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. ഒറ്റയ്ക്കിരിക്കുവാൻ, ഏകനായിരിക്കുവാൻ യേശു കർത്താവ് ആഗ്രഹിച്ചു. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുകയാണ്, ആ യേശുവിനെ, ഏകാന്തതയിൽ പോയ യേശുവിനെ, നിർജ്ജന പ്രദേശത്തിലേക്ക് പോയ യേശുവിനെ തിരഞ്ഞ് ജനക്കൂട്ടം അവിടെയും എത്തി. ഹല്ലേലൂയ. യേശു കർത്താവ് ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞില്ല, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടേക്കും വന്നത്? ആമേൻ. നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരാം. എനിക്ക് അല്പം ഒന്ന് റെസ്റ്റ് ചെയ്യണം, അല്പം എൻ്റെ മാനസിക അവസ്ഥയൊന്ന് മാറ്റണം. അതുകൊണ്ട് ആമേൻ, ഞാൻ ദുഃഖത്തോടെ ആയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടണമെന്ന് ജനത്തെ നോക്കി പറഞ്ഞില്ല. മറിച്ച് യേശു കർത്താവ് തൻ്റെ ദുഃഖം മാറ്റിവെച്ച് ജനത്തിന് വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. യേശുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ദുഃഖത്തെ അല്പസമയത്തേക്ക് മാറ്റിവെച്ച്, ആമേൻ, ദുഃഖത്തെ തന്നെ ജീവിക്കാതെ ആ ദുഃഖത്തെ യേശു കർത്താവ് ജയിച്ചതുപോലെ നാമും ജയിക്കണം. നമ്മുടെ മുൻപിൽ വന്ന ഏത് തരത്തിലുള്ള പ്രശ്നമായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തെ യേശു ജയിച്ചതുപോലെ, യേശു ജയിച്ചതുപോലെ നാമും ജയിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് താൻ ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടുന്ന എല്ലാ സാഹചര്യത്തിലൂടെയും കടന്നുപോയത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യേശു കർത്താവ് ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയി. അവൻ ദുഃഖത്തിലൂടെ കടന്നുപോയി, അവൻ സന്തോഷത്തിലൂടെ കടന്നുപോയി, അവൻ ഏകാന്തതയിലൂടെ കടന്നുപോയി. അവൻ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന, അതായത് പാപമൊഴികെയുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയും യേശു കടന്നുപോയി. എന്നിട്ട് ആ സാഹചര്യങ്ങളെല്ലാം ജയിച്ചിട്ട് തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതായത് യേശു പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചതുപോലെ നിങ്ങളും ലോകത്തെ, ഹല്ലേലൂയ, ഞാൻ ലോകത്തെ ജയിച്ചതുപോലെ നിങ്ങളും ലോകത്തെ ജയിക്കണം. ഇന്ന് പകലിൽ ഈ സഭയെ നോക്കി ഞാൻ പറയാം, കഷ്ടത വരും, പ്രതികൂലം വരും, പ്രതിസന്ധി വരും, വിമർശനം വരും, ആപവാദങ്ങൾ വരും. പക്ഷേ യേശു ജയിച്ചതുപോലെ, വിമർശനങ്ങളെ യേശു ജയിച്ചതുപോലെ, അപവാദങ്ങളെ യേശു ജയിച്ചതുപോലെ നിങ്ങളും ലോകത്തെ ജയിക്കുന്ന,
യേശു കർത്താവ് സ്നാനത്തിലൂടെ കടന്നുപോയി. യേശു കർത്താവ് സ്നാനപ്പെട്ടു. എന്തിനു വേണ്ടി യേശു കർത്താവ് സ്നാനപ്പെട്ടു? തന്നെ വിശ്വസിക്കുന്നവരും സ്നാനപ്പെടണം. അടുത്തത്, യേശു കർത്താവ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് യേശു കർത്താവ് പ്രാപിച്ചില്ലെങ്കിലും യേശു കർത്താവ് ദൈവപുത്രൻ തന്നെയാണ്. എന്തിനു വേണ്ടി യേശു കർത്താവ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു? വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്ത് വരുമ്പോൾ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിൽ അവൻ നിറഞ്ഞു. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നവരും പരിശുദ്ധാത്മാവിനാൽ നിറയണം. അവൻ ശക്തിയാൽ നിറഞ്ഞു. യേശുവിനെ അനുഗമിക്കുന്നവരും ശക്തിയാൽ നിറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരാണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത്. നിങ്ങളെ ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ആഴമേറിയ നിലയിൽ ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം യേശുവിൻ്റെ ആത്മാവാണ്. ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മ സ്നാനമില്ലെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ല. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമില്ലെങ്കിൽ നിങ്ങളൊരു ദൈവസഭയുടെ അംഗമല്ല. ഇവിടുത്തെ പ്രസ്ഥാനത്തിന്റെ അംഗമായിരിക്കാം, ഈ ചർച്ചിന്റെ പേര് ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേരുണ്ടാകാം, പക്ഷേ ജീവിക്കുന്ന ജീവനുള്ള സഭയുടെ അംഗമാകുകയില്ല. അതുകൊണ്ട് ഈ സഭയെ നോക്കി ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുള്ള, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുന്ന ഒരു സഭയാക്കി പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന പദമാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ വേദ പുസ്തകത്തിൽ യഹൂദന്മാരുടെ 7 ഉത്സവങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 7 ഉത്സവങ്ങൾ. പെസഹ മുതൽ പെന്തക്കോസ്ത് വരെയുള്ള 7 ഉത്സവങ്ങൾ. ഈ ഉത്സവങ്ങളെല്ലാം പഴയ നിയമത്തിലെ മിസ്രൈം ദേശത്തു നിന്നും ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടു വരുന്ന, അല്ലെങ്കിൽ ആ വിമോചനത്തെ ഓർക്കുന്ന, ആ വിമോചനത്തെ കുറിച്ച് ദൈവത്തെ സ്തുതി പാടുന്ന 7 ഉത്സവങ്ങൾ അവരുടെ തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കാൻ ദൈവം കരുതുന്നവനാണ്, ദൈവം പുലർത്തുന്നവനാണ്, ദൈവം യുദ്ധവീരനാണ്, ദൈവം കൊയ്ത്തിന്റെ ദൈവമാണ് എന്നൊക്കെ തലമുറയ്ക്ക് സാക്ഷ്യം പറയുവാൻ ദൈവം മനുഷ്യനോട് കൊടുത്ത ഉടമ്പടികളാണ് ദൈവിക ഉത്സവങ്ങൾ. 7 ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. അവർ ആണ്ടുതോറും പല ഉത്സവങ്ങൾ യഹൂദന്മാർ ആചരിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട മഹാദിനമാണ്, ഉത്സവങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് പല ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ പല വാക്കുകളും പല രീതിയിലാണ് നമ്മുടെ മലയാളത്തിലെത്തിയത്. യേശുവിൻ്റെ പേര് പോലും ട്രാൻസ്ലേഷൻ വന്നപ്പോൾ മാറിപ്പോയി. പക്ഷേ ട്രാൻസ്ലേഷനിൽ മാറാത്ത ഒറ്റ വാക്കുണ്ട്, അത് പെന്തക്കോസ്ത് എന്ന് പറയുന്ന പദമാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം 50ാമത്തെ ദിവസം എന്നാണ്. അപ്പോൾ 50ാമത്തെ ദിവസം, യഹൂദന്മാരെ സംബന്ധിച്ച് മിസ്രൈം ദേശത്തു നിന്നും അവർ പലായനം ചെയ്തതിന്റെ 50ാമത്തെ ദിവസം, സീനായി പർവ്വതത്തിന്റെ താഴ്വാരത്തിലെത്തിയ ദിവസം. ആ ദിവസത്തിലാണ് ദൈവം തന്റെ മോശയെ നിയമപ്പെട്ടകം കൊടുക്കുവാൻ സീനായി പർവ്വതത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചത്. ഞാനൊരു കാര്യം വിളിച്ചു പറയാം, ദൈവത്തിന്റെ നിയമത്തെ കൈമാറിയ ദിവസമാണ് 50ാമത്തെ ദിവസം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കപ്പെട്ട ദിവസമാണ് 50ാമത്തെ ദിവസം. 50ാമത്തെ ദിവസം, പെസഹ കഴിഞ്ഞിട്ടുള്ള 50ാമത്തെ ദിവസം യഹൂദന്മാർ ആണ്ടുതോറും പെന്തക്കോസ്ത് ആചരിക്കുകയാണ്. അങ്ങനെ ആചരിക്കുന്ന ഒരു ദിവസമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ഇതിനു മുൻപുള്ള ഒരു പെന്തക്കോസ്തിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് യേശു ക്രിസ്തു ജീവനോടെ ഉണ്ടായിരുന്നു. അന്നും ഒരു പെന്തക്കോസ്ത് ദിവസമായിരുന്നു. ആ ദിവസം യേശു കർത്താവ് പരസ്യമായിട്ട് പെന്തക്കോസ്ത് നാൾ നടക്കുന്ന, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ദേവാലയത്തിന്റെ അടുക്കൽ വന്നില്ല. യേശു കർത്താവ് വളരെ രഹസ്യത്തിൽ ആ പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുന്ന ദേവാലയത്തിന്റെ അടുക്കലെത്തിയപ്പോൾ യേശു കർത്താവ് ചുറ്റും നോക്കിയപ്പോൾ അവരെല്ലാം ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട്. ആണ്ടുതോറും അവർ കടന്നു വരുന്നു, ആണ്ടുതോറും ഉത്സവങ്ങൾ ആചരിക്കുന്നു, ആണ്ടുതോറും നിയമങ്ങൾ നടക്കുന്നു. അതായത് അവിടെ ആരാധന നടക്കുന്നുണ്ട്, പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നുണ്ട്. കൊയ്ത്തിൻ്റെതാകുന്ന വലിയ വിഭവങ്ങൾ അവിടെയുണ്ട്. പുരുഷാരത്തിന്റെ ആരവാരത്തോടുകൂടി വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ആ സ്ഥലത്ത് യേശു കർത്താവ് നോക്കിയപ്പോൾ അവർ ആചാരങ്ങൾ
അതായത് പിതാക്കന്മാർ പഠിപ്പിച്ചു വെച്ച ആചാരങ്ങൾ അവർ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഇടയിൽ ആർക്കും ഈ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നിയമങ്ങൾക്കോ മാറ്റാൻ കഴിയാത്ത ഒരു ദാഹം അവരുടെ ഉള്ളിലുണ്ട്. അവർ ആചാരം അനുഷ്ഠിക്കുന്നുണ്ട്, അവർ ആചാരം അനുഷ്ഠിക്കുന്നുണ്ട്, അവർ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. എല്ലാ ആണ്ടിലും ഇവർ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് സന്തോഷമുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ദാഹം, ഉത്സവങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നിയമങ്ങൾക്കോ മാറ്റാൻ കഴിയാത്ത ഒരു സ്പിരിച്വൽ ആത്മീക ദാഹം. ഇതിനെ ഇവിടുത്തെ ആചാരങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിയത്തില്ല, ഇവിടുത്തെ ഉത്സവങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിയത്തില്ല. ഇതിനെ മാറ്റാൻ ആർക്കും കഴിയാതെ ഇരിക്കുമ്പോൾ യേശു ആ പുരുഷാരത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആത്മീക ദാഹമുള്ള ഒരു കൂട്ടം. അവർ ചെയ്യുന്ന നിയമങ്ങൾക്കോ അവർ ചെയ്യുന്ന ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ അവരുടെ ഉള്ളിലുള്ള ആത്മീക ദാഹത്തെ മാറ്റാൻ കഴിയുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നു, എന്താണ് അവരുടെ ദാഹം? ഒരു ജീവൻ അവർക്ക് ആവശ്യമാണ്. ആ ജീവൻ വേണമെങ്കിൽ യേശു പറയുകയാണ്, ആ ജീവൻ ഇവിടുത്തെ അനുസരിക്കുന്ന ഇവിടുത്തെ മതങ്ങൾക്കോ ഇവിടുത്തെ നിയമങ്ങൾക്കോ ഇവിടുത്തെ കർമ്മങ്ങൾക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ ദാഹത്തെ മാറ്റാൻ കഴിയത്തില്ല. നിങ്ങളുടെ ദാഹം മാറ്റണമെങ്കിൽ ഒരേ ഒരു മാർഗം, അത് പരിശുദ്ധാത്മാവാണ്. യേശു പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജല നദി സഭയ്ക്കകത്ത് ആത്മീക ദാഹം മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകണം. അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു കർത്താവ് ഇത് പ്രസംഗിച്ച ശേഷം പുരുഷാരം, 10,000-കണക്കിന് പുരുഷാരം ഒരു മനുഷ്യന്റെ പ്രസംഗം കേട്ടു. പ്രസംഗം കേട്ടതിന് ശേഷം അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു കർത്താവ് ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചത്രേ. അടുത്ത വാക്ക് പറയുകയാണ്, അടുത്ത വർഷം പിറ്റേ വർഷം ഇതേപോലെ തന്നെ ഉത്സവങ്ങൾ നടക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ വർഷം പ്രസംഗിച്ചവൻ ഈ വർഷം ഇവിടെ വന്നിട്ടില്ല, അവന്റെ പേര് പോലുമില്ല. അവനെ യഹൂദന്മാർ, റോമൻ ഗവൺമെന്റ് തൂക്കിക്കൊന്നു. അവൻ വലിയ കാര്യത്തിൽ ഇവിടെ വന്ന് പ്രസംഗിച്ചതാ, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ഞാൻ നിത്യജീവനെ തരും. പക്ഷേ അവന്റെ ജീവൻ പോയി. അവനെ ഫോളോ ചെയ്യുന്ന 120 പേരുണ്ടായിരുന്നു, അവരെയും കാണാനില്ല. അവരുടെ ആചാരങ്ങളും കർമ്മങ്ങളും ഇന്നും ഉണ്ട്. യഹൂദന്മാരെല്ലാവരും പിന്നെയും ആ കർമ്മത്തിൽ അവരെ ആ ആചാരവും കർമ്മവും വീണ്ടും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വീട്ടിനകത്തുനിന്നൊരു ശബ്ദമുണ്ടാകുകയാണ്. ഇന്നലകളിൽ യേശു പ്രവചിച്ച് വെച്ചതിന്റെ റിസൾട്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരുവൻ വന്നിരുന്ന് ജനത്തെ നോക്കി പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ തെളിവ് മർക്കോസിന്റെ മാളിക മുറിയിൽ നടക്കുകയാണ്. ഒരു കൂട്ടം ദാഹിക്കുന്ന ജനം 50 ദിവസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 50 ദിവസത്തെ പ്രാർത്ഥനയിൽ ഇതാ അവരെ ദാഹത്തെ മാറ്റുന്ന ആത്മനദിയുടെ പ്രവാഹം. ദാഹിക്കുന്നവർ ഇവിടെയുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആത്മദാഹമുള്ളവർ പ്രതികരിച്ചു തുടങ്ങട്ടെ. നിങ്ങളുടെ ദാഹത്തെ മാറ്റാൻ ആത്മനദിയുടെ പ്രവാഹം സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കർമ്മങ്ങൾക്കും മനുഷ്യന്റെ ദാഹത്തെ, ആത്മീക ദാഹത്തെ, ആത്മീക എരിവിനെ മാറ്റാൻ കഴിയാതെ വരുമ്പോൾ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ സഭയെ നോക്കി വിളിച്ചു പറയുകയാണ്, ആത്മീക ദാരിദ്ര്യത്തെ മാറ്റുവാൻ, ആത്മീക ദാഹത്തെ മാറ്റുവാൻ ഹോളി സ്പിരിറ്റിന് മാത്രമേ കഴിയത്തുള്ളൂ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരുടെ നടുവിൽ ഇറങ്ങിയ അതേ അഗ്നി ഇന്ന് പകലിൽ
വിശ്വസിക്കുന്നവരുടെ മേൽ കത്തിക്കുവാൻ എന്റെ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഓ, സ്വീകരിക്കുവാൻ കഴിയുന്നവർ സ്വീകരിച്ചു തുടങ്ങിക്കോ. അടുത്തിരിക്കുന്നവരെ നോക്കാതെ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങട്ടെ. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ആത്മാവിൽ ആരാധിക്കുവാൻ കഴിയുന്നവർ അധികം ആമേൻ 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 ആമേൻ. അടുത്തിരിക്കുന്നവരെ നോക്കാതെ, അന്തരീക്ഷം നോക്കാതെ, ഇന്നലകളെ നോക്കാതെ, ചരിത്രങ്ങളെ നോക്കാതെ ഇന്ന് പകൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദിയെ സ്വീകരിച്ചു തുടങ്ങിക്കോട്ടെ, സ്വീകരിച്ചു തുടങ്ങട്ടെ. ഈ അന്തരീക്ഷം ചേഞ്ച് ആവട്ടെ, ഈ അന്തരീക്ഷം ചേഞ്ച് ആവട്ടെ. എനിക്കറിയാം എന്റെ പ്രസംഗത്തിന്റെ പകുതി സമയം പോലുമായില്ല. ആമേൻ ആമേൻ ആമേൻ. എന്റെ പ്രസംഗം പൂർണ്ണമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് പകലിൽ ആമേൻ ഒരൊറ്റ ദൂത് പറയാം. ദാഹിക്കുന്നവരുടെ മേൽ അവന്റെ അഗ്നിയെ അവൻ പകരാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ വാക്ക് കേട്ട് 50-ാമത്തെ ദിവസം ഏകദേശം ആമേൻ 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 പെന്തക്കോസ്ത് നാൾ വരെയുള്ള സമയങ്ങൾ, ഇതുവരെയുള്ള സമയങ്ങൾ ഒരു കൂട്ടം ജനം ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ആമേൻ ആ മർക്കോസിന്റെ മാളിക മുറിയിൽ പാർക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, അവരുടെ മനസ്സ് പല മനസ്സല്ലായിരുന്നു, അവരുടെ മനസ്സ് ഒരു മനസ്സാണ്. ഒരു ഡിവൈൻ ആമേൻ യൂണിറ്റി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ഒരു കൂട്ടം ജനം ദൈവിക ദാഹത്തെ മാറ്റുവാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ഒരു യൂണിറ്റി വെളിപ്പെട്ടു, അവരുടെ ഐക്യത വെളിപ്പെടുവാനിടയായി. അവർ പറയുന്നു, അവർ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3 തെളിവോടുകൂടിയാണ് അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ഒന്ന്, കൊടിയ കാറ്റ്, റഷിംഗ് മൈറ്റി വിൻഡ് എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആമേൻ. കൊടിയ കാറ്റ്, കൊടിയ കാറ്റ്. അത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആമേൻ റഷിംഗ് മൈറ്റി വിൻഡ്. റഷിംഗ് എന്ന ഒരു പദം, അതായത് പാഞ്ഞെത്തുന്ന ഒരു കാറ്റ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അതായത് എമർജൻസിയായി ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നത് പോലെ, ആമേ എമർജൻസിയായി ഒരു ആംബുലൻസ് ആമേ അപകടം നടന്ന സ്ഥലത്ത് എത്തുന്നത് പോലെ, ആമേ എമർജൻസിയായി ഫയർ എഞ്ചിൻ തീ പിടിച്ച സ്ഥലത്ത് എത്തുന്നത് പോലെ ഒരു റഷിംഗ് മൈറ്റി വിൻഡ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ഒരു കൊടിയ കാറ്റ്, ഒരു പാഞ്ഞെത്തുന്ന കാറ്റ് അവരുടെ ഇടയിലെ ആമേൻ ഇറങ്ങി വരുവാനിടയായി. ഹല്ലേലൂയ. 3 തെളിവുകൾ. ഒന്ന്, അനുഭവിച്ചു, ഒരു കാറ്റ് അവർ അനുഭവിച്ചു. 2, അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന തീ അവർ കണ്ടു. 3, ഹല്ലേലൂയ, അവരുടെ ഓരോരുത്തരുടെയും ഇടയിലേക്ക് പതിച്ചു. ഒരു ശബ്ദം അവർ കേട്ടു, ഭൂകമ്പം അവർക്ക് ആമേൻ ആമേൻ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആമേൻ അവർ അത് ശരീരത്തിൽ അനുഭവിച്ചു. ആമേൻ. തീ കണ്ടു, അവർ ചെവി കൊണ്ട് അവർ കേൾക്കുവാനിടയായി. 1, കേൾക്കുക. 2, അനുഭവിക്കുക. 3, കാണുക. ഈ 3 അനുഭവങ്ങൾ അവിടെ കൂടി വന്നിരിക്കുന്ന പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഈ 3 അനുഭവങ്ങൾ കാത്തിരിക്കുന്നവരുടെ മേൽ വരുവാനിടയായി. 1, അവർ കണ്ടു, ആമേൻ, കേട്ടു, അനുഭവിച്ചു. പറഞ്ഞേ, കണ്ടു, കേട്ടു, അനുഭവിച്ചു. ആമേൻ. ഇതേ അനുഭവത്തിലൂടെ പോയ ഒരു മനുഷ്യൻ പഴയ നിയമത്തിലുണ്ട്. അവന്റെ പേര് മോശെ എന്നാണ്. ഹോരേബ് എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് കയറി പോകുമ്പോൾ അവൻ കാണുകയാണ്, ഒരു തീ അവൻ കാണുകയാണ്. തീ കണ്ട സാധാരണക്കാരനല്ല, തീ കണ്ടാൽ നീ അസാധാരണ മനുഷ്യനാണ്. അവൻ തീ കണ്ടു. അടുത്തത് അവൻ ആ തീ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ കേട്ടു. ഓ കമോൺ. ആമേൻ. 2, അവൻ അനുഭവിക്കുവാനിടയായി. ആ തീയെ അനുഭവിക്കുവാനിടയായി. ആമേൻ. അനുഭവിച്ചു. അടുത്തത് അവൻ ഇറങ്ങി വരുന്നത് ആടുകളെ മേയ്ക്കുന്നവനായിട്ടല്ല, മറിച്ച് 40 ലക്ഷം പേരെ നയിക്കുന്ന ലീഡറായിട്ടാണ് അവൻ ഇറങ്ങി വന്നത്. ഇന്ന് പകലിൽ ആമേൻ കാത്തിരിക്കുന്നവരെ നിറയ്ക്കുന്ന ദൈവം.